വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിനു ശേഷം ഗർഭിണിയായ സന്തോഷത്തിലായിരുന്നു ദീപിക എന്ന 23-കാരി. 7-ാം മാസത്തിൽ ചെന്നൈയിലെ ഭർത്താവിന്റെ വീട്ടിൽ ആഘോഷപൂർവ്വം വളക്കാപ്പ് നടത്തിയ ശേഷം പ്രസവത്തിനായി അച്ഛനമ്മമാർക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങിയതായിരുന്നു ദീപിക. എന്നാൽ നനച്ചിരിക്കാതെ എത്തിയ ദുരന്തം അവളുടെ മാത്രമല്ല, പേരക്കുട്ടിയെ കാത്തിരുന്ന ദീപികയുടെ പിതാവിന്റെയും ജീവനെടുത്താണ് മടങ്ങിയത്. ഇന്നലെയാണ് മധുര സ്വദേശി 60 വയസ്സുള്ള പത്മനാഭൻ, മകൾ ദീപിക എന്നിവർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. മധുര സ്വദേശിയായ ദീപിക 2 വർഷം മുമ്പാണ് നിതീഷിനെ വിവാഹം കഴിച്ച് ചെന്നൈയിലേക്ക് എത്തിയത്. ഗർഭിണിയായ ശേഷം ഏറെ സന്തോഷത്തോടെ കുഞ്ഞിനെ കാത്തിരിക്കുകയായിരുന്നു ഇരുവരും. സ്വദേശമായ മധുരയിൽ നിന്നും 7 മണിക്കൂറോളം യാത്ര ചെയ്താണ് ചെന്നൈയിലെത്താനാകുക. പക്ഷേ മകളെ പ്രസവത്തിനായി മധുരയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് മാതാപിതാക്കളായ പത്മനാഭനും ഇന്ദ്രാണിക്കും നിർബന്ധമായിരുന്നു. 7-ാം മാസത്തിലെ വളക്കാപ്പ് ചടങ്ങിനു ശേഷം മകളെ ഒപ്പം കൂട്ടാനായിരുന്നു ഇവരുടെ തീരുമാനം. ട്രെയിൻ യാത്ര വേണ്ടെന്ന് വെച്ച് കാറിലാണ് മണിക്കൂറുകളോളം സഞ്ചരിച്ച് വളക്കാപ്പ് ആഘോഷത്തിന് ഇവരെത്തിയത്. ചടങ്ങിനുശേഷം തിങ്കളാഴ്ച രാത്രിയോടെ ദീപികയെയും കൂട്ടി അച്ഛനും അമ്മയും ഡ്രൈവറും നാട്ടിലേക്കു തിരിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ഇവർ സഞ്ചരിച്ച കാറിലേക്ക് മദ്യലഹരിയിൽ മണികണ്ഠൻ എന്ന യുവാവ് ഓടിച്ച കാർ ഇടിച്ചു കയറുകയായിരുന്നു. പമ്പിൽ നിന്നും എണ്ണ അടിച്ച ശേഷം തെറ്റായ ദിശയിലൂടെ സഞ്ചരിച്ച മണികണ്ഠന്റെ കാർ 7 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ദീപികയും കുടുംബവും സഞ്ചരിച്ച കാറിലേക്ക് നേർക്കുനേർ ഇടിച്ചു കയറിയത്. മണികണ്ഠന്റെ കാറിലെ എയർ ബാഗുകൾ പെട്ടെന്ന് പ്രവർത്തിച്ചതിനാൽ അപകടത്തിൽ നിസാര പരിക്കുകളോടെ അയാൾ രക്ഷപ്പെട്ടു. എന്നാൽ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ പത്മനാഭനും 7 മാസം ഗർഭിണിയായ ദീപികയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. അവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു. ഇന്ദ്രാണിക്കും ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. അവരെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യപിച്ച് തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപകടം വിളിച്ചു വരുത്തും വിധം വണ്ടിയോടിച്ച മണികണ്ഠൻ രക്ഷപ്പെട്ടപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ പതുക്കെ യാത്ര ചെയ്ത ദീപികയ്ക്കും കുടുംബത്തിനും സംഭവിച്ച ദുരന്തം നാടിനാകെ വേദനയായി മാറി.